ബേക്കറി ഉടമയെ പരിക്കേൽപ്പിച്ച കേസിൽ 5 പേർ പിടിയിൽ. ഇനി കണ്ടെത്താനുള്ളത് വണ്ടി ഓടിച്ച 6-ാമനെ. എറണാകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള കോലഞ്ചേരിയിലാണ് സംഭവം നടക്കുന്നത്. രാത്രി 10-ഓടുകൂടി ഐസ്ക്രീം എടുത്ത ശേഷം പണം നൽകാതെ കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു ഒരു ബേക്കറിയിൽ ഒരു 6-അംഗ സംഘം. കാറിലെത്തിയവരാണവർ. അതിൽ 2 പേർ ആദ്യം കടയിലേക്ക് കയറി പലഹാരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടു. കടയുടെ പിൻഭാഗത്തായിരുന്നു ബേക്കറി ഉടമയായിട്ടുള്ള ബെസ്റ്റിൻ ബേക്കേഴ്സ് എന്നാണ് ആ ബേക്കറിയുടെ പേര്. ഇതിനിടയിൽ മറ്റ് 2 പേർ ബെസ്റ്റിൻ കാണാതെ ആ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം കൈക്കലാക്കി. പലഹാരം വാങ്ങാനെത്തിയവർ പണം ചോദിച്ചപ്പോൾ കാറിലുണ്ട്, എടുത്തു തരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കാറിൽ ഒരാൾ കയറി അയാൾ ആംഗ്യം കാണിക്കുകയാണ് കടയിലുള്ള ആളുകൾക്ക് നേരെ. ആ ബേക്കറിയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഓടി കാറിലേക്ക് കയറി. ഇത് കണ്ട ബെസ്റ്റിൻ പിന്നാലെ എത്തി. തടഞ്ഞു നിർത്തി പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു ആ ബേക്കറി ഉടമ. പക്ഷേ ഈ സമയം ബെസ്റ്റിന്റെ പിടി എങ്ങനെയെങ്കിലും വിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. അങ്ങനെ ഏതാനും ദൂരത്തോളം കാറിൽ ബെസ്റ്റിനെ, ആ ബേക്കറി ഉടമയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവർ. ബെസ്റ്റിന് നേരിയ പരിക്കുണ്ട്. തോളിനും പുറത്തുമാണ് പ്രധാനമായും പരിക്ക്. ഈ പ്രതികൾ എല്ലാവരും തിരുവനന്തപുരം സ്വദേശികളാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് രസകരം. ഈ കാറ് അതിവേഗത്തിലെടുത്ത് പോയത് എറണാകുളം ഭാഗത്തേക്കാണ്. അപ്പോൾ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് താഴെ ഇളകി വീണു. ആ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഫൈസൽ, റമി സുൽഫിക്കർ, ആഷിഖ് അമീർ, നിധിൻ, അനു സനൽ എന്നിവരാണ് ഈ കേസിൽ പിടിയിലാവുന്നത്. ഇവർ എറണാകുളത്ത് കറങ്ങാനെത്തിയതാണ്. ലുലു മാളിൽ പോയി, വണ്ടർലായിൽ പോയി ആഘോഷിച്ച ശേഷം മൂന്നാറിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പോക്കിനിടയിലാണ് കോലഞ്ചേരി ടൗണിൽ തന്നെയുള്ള ആ ബെസ്റ്റിൻ ബേക്കേഴ്സിലെത്തി ഇവർ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചതും പണം നൽകാതെ കടക്കാൻ ശ്രമിച്ചതും. ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർ എങ്ങനെയാണ് CCTV പോലുള്ള സംഭവങ്ങൾ ഇല്ലാത്തത് എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, ആലോചിക്കുമ്പോൾ തന്നെ അമ്പരപ്പ് തോന്നുന്നു. കാരണം ഇന്ന് ഏത് കടയിലാണ് CCTV ഇല്ലാത്തത്? മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചാണ് അവർ വന്നത്. പക്ഷേ ആ മാസ്കിനും അപ്പുറത്തേക്ക് എത്രയോ തവണ അവരുടെ മുഖം വ്യക്തമാവുന്നുണ്ട് ആ CCTV. എന്താണെങ്കിലും 6-ാമനായുള്ള അന്വേഷണത്തിലാണ്. വണ്ടി ഓടിച്ച 6-ാമനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ബെസ്റ്റിൻ എന്ന് 24 പറഞ്ഞത്. ആ പ്രതിയെയും കൂടി ഉടൻ പോലീസ് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കും.